രണ്ടെണ്ണം അടിച്ചാൽ അവൻ കോമാളി, അല്ലെങ്കിൽ അവൻ കൊലയാളി. ചേട്ടാ, ഞാനിപ്പോൾ അവിടുന്ന് കയറി വരുമ്പോൾ വാദിക്കുന്ന സെക്യൂരിറ്റിക്കാരനായ ബംഗാളി എന്നോട് ചോദിച്ചു, സാർ എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അവിടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പോകും. ഓ, സാറിനൊക്കെ ഇപ്പം അല്ലെങ്കിലും ഞങ്ങളെയാണല്ലോ, ബംഗാളികളെയാണല്ലോ എല്ലാ കോമഡിയിലും ഉൾപ്പെടുത്താറുള്ളത്. ഞങ്ങൾ നിങ്ങൾ നാറ്റിക്കയില്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളല്ലേ ഇവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ ശവം അടക്കം വരെ ഞങ്ങളല്ലേ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്താലും അത് പൂർത്തിയാക്കിയിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ചേട്ടാ, ഇന്നലെ ഒരു ശവം അടക്കിന് പോയിട്ട് എന്നെ പഞ്ഞി കിട്ടി ചേട്ടാന്ന്. ഞാൻ ചോദിച്ചു, എന്താ അവിടെ പഞ്ഞി കിടാനുണ്ടായ കാര്യം എന്താണ്? അവിടെ ശവം അടക്കമുള്ള സാധനം എടുത്ത് വെച്ച് ബോഡി എടുത്ത് വെച്ചു. ഞാൻ ഇനി തീ കൊടുത്ത് ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ തീ കൊടുത്ത്? അവിടുത്തെ ബന്ധുക്കളല്ലേ കൊടുക്കേണ്ടത്. അതല്ലേ ചേട്ടാ, ഞങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടല്ലേ പോകത്തുള്ളൂ, അതുകൊണ്ട് എളുപ്പം നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ തീ വെച്ചതെന്ന് പറഞ്ഞു. ബംഗാളിയിൽ സഹോദരിയുടെ ഭർത്താവിന് ദാംഡെ എന്നാണ് പറയുന്നത്. എനിക്ക് കൊണ്ടൊരു ദാംഡെ. എൻ്റെ കൊച്ചച്ഛൻ്റെ മോൾ, ഒറ്റ മോള്, അവർക്ക് ഈ പൊറോട്ടയോട് ഭയങ്കര താല്പര്യമാണ്. തൊട്ടടുത്ത കടയിൽ നിന്നാണ് പൊറോട്ട മേടിക്കുന്നത്. പൊറോട്ട അടിക്കുന്ന അവിടുത്തെ ഒരു ബംഗാളിയാണ്. ഈ പൊറോട്ടയോടുള്ള ഇഷ്ടം ഇവക്ക് ഈ ബംഗാളിയോടായി. ബംഗാളി അളിയൻ പൊറോട്ട അടിച്ചടിച്ചടിച്ച് എൻ്റെ പെങ്ങളെ അടിച്ചിട്ടുണ്ട്.